ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കുന്നു. പല കാരണങ്ങൾ കൊണ്ടും പ്രത്യേകതയുള്ള സെലക്ഷനാണിത്. അടുത്ത പോസ്റ്റർ ബോയ് ഒന്ന് കൊട്ടിഘോഷിച്ച് ഒടുക്കം 2020 ലോകകപ്പ് ടീമിൽ നിന്നടക്കം ശുഭ്മാൻ ഗില്ലിനെ ഒഴിവാക്കി ധൈര്യം കാണിച്ച BCCI ന്യൂസിലൻഡിനെതിരായ പരമ്പരയിൽ ആരെ വെട്ടും ആരെ ഉൾപ്പെടുത്തും എന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികൾ. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഏകദിന ലോകകപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സെലക്ഷനായിരിക്കും ന്യൂസിലൻഡ് പരമ്പരയ്ക്കുള്ള സംഘത്തെ BCCI കാണുന്നത്. ഈ സംഘമായിരിക്കും ഏറെക്കുറെ ലോകകപ്പ് കളിക്കുകയെന്നും വ്യക്തം. സൂപ്പർ താരങ്ങളായ രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും എല്ലാം തഴയാൻ പലകുറി ശ്രമിച്ചെങ്കിലും ഫോമിന്റെ പരമോന്നത കാണിച്ചുകൊണ്ട് തങ്ങൾ ഈ ടീമിന്റെ നട്ടെല്ലാണെന്ന് രോക്കോ പറഞ്ഞുകൊണ്ടിരുന്നു. അത്തരത്തിൽ ഗംഭീറും അഗാർക്കറും വെട്ടാൻ ശ്രമിച്ച് പാതി വിജയിച്ചതായിരുന്നു മുഹമ്മദ് ഷമിയുടെ കാര്യത്തിൽ. എന്നാൽ ഒരിക്കൽ കൂടി കഴിവിന് മുന്നിൽ BCCIക്ക് സെലക്ഷൻ കമ്മിറ്റിക്ക് യൂട്ടേൺ അടിക്കേണ്ടി വന്നു. യെസ്, ഹി ഈസ് ബാക്ക്. മുഹമ്മദ് ഷമി ഈസ് ബാക്ക്. ഏകദിന ലോകകപ്പിൽ ഷമിയെ പോലൊരു താരം ടീമിൽ വേണമെന്ന് ഏതൊരാളും കൊതിക്കും. കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ ബൗളിംഗിന്റെ നട്ടലായിരുന്നു ഷമി. കേവലം 7 മത്സരങ്ങളാണ് കളിച്ചത്. ആദ്യത്തെ 4 കളികളിൽ ഷമി 11-ലെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഹർദിക് പാണ്ഡ്യയ്ക്ക് പരിക്കേറ്റപ്പോൾ 11-ലെത്തി. കംബാക്കിൽ ആദ്യ മത്സരത്തിൽ തന്നെ 5 വിക്കറ്റ്. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനത്തിൽ നിർണായക റോൾ ഉണ്ടായിരുന്നു ഷമിക്ക്. 7 കളികളിൽ 24 വിക്കറ്റ്. ആ എഡിഷനിലെ ലീഡിംഗ് വിക്കറ്റ് ടേക്കർ. രണ്ടാം സ്ഥാനത്തുള്ള ആദം സംബ 23 വിക്കറ്റ് എടുക്കാൻ 11 മത്സരങ്ങളാണ് എടുത്തത്. പരിക്ക് വകവയ്ക്കാതെയാണ് അയാൾ ലോകകപ്പിൽ കളിച്ചത്. പരിക്ക് വഷളായതോടെ ലോകകപ്പിന് ശേഷം പിന്നീട് 1 വർഷം വിശ്രമം വേണ്ടി വന്നു. 2025 മാർച്ചിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിലാണ് ഷമി അവസാനമായി ഇന്ത്യക്ക് വേണ്ടി കളിച്ചത്. അന്ന് 6 മത്സരങ്ങളിൽ താരം 9 വിക്കറ്റുകൾ സ്വന്തം പേരിൽ കുറിച്ചു. ICC ടൂർണമെന്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന പേസ് ബോളർ എന്ന നേട്ടവും ആ ടൂർണമെന്റിനിടെ ഷമി സ്വന്തമാക്കി. മറികടന്നത് സഹീർ ഖാനെ. രാജ്യത്തിനു വേണ്ടി പിന്നെ കളിച്ചില്ലെങ്കിലും ഡൊമസ്റ്റിക്കിൽ ഷമി തന്റെ ഫോം തുടർന്നു. മുഷ്താഖ് അലി ട്രോഫിയിലെ മുഹമ്മദ് ഷമിയുടെ പ്രകടനം സെലക്ടർമാർ കാണുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഷമിക്കും സെലക്ടർമാർക്കുമിടയിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കുമെന്ന് ഞാൻ കരുതുന്നു. ഫിറ്റ്നസിന്റെയും സ്കില്ലിന്റെയും അടിസ്ഥാനത്തിൽ 3 ഫോർമാറ്റിലും ഇന്ത്യൻ ടീമിൽ നിന്ന് അയാളെ ഒഴിവാക്കാൻ ഒരു കാരണവും ഞാൻ കാണുന്നില്ലെന്ന് പറഞ്ഞത് മുൻ ഇന്ത്യൻ നായകൻ സൗരവ് ഗാംഗുലിയാണ്. അനുഭവ സമ്പത്തുള്ള ഒരാൾ ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്തിട്ടും പുറത്തിരിക്കുന്നതിന്റെ കാരണം മനസ്സിലാവുന്നില്ലെന്ന് ഹർഭജൻ സിംഗും വ്യക്തമാക്കി. പ്രസിദ്ധ് കൃഷ്ണ മികച്ച ബോളറൊക്കെ തന്നെ. അദ്ദേഹം ഇനിയുമേറെ പഠിക്കാനുണ്ട്. ബുംറയുള്ളപ്പോൾ നിങ്ങൾക്ക് ഈ ബൗളിംഗ് ലൈനപ്പിനെ ന്യായീകരിക്കാമെന്നും ഹർഭജൻ എന്ന് പറഞ്ഞു. എന്നാൽ മനസാന്നിധ്യം കൈവിട്ട ഒരു നിമിഷത്തിൽ ഷമി സെലക്ടർമാർക്കെതിരെ പറഞ്ഞത് വിനയായി എന്ന് പറയേണ്ടി വരും. സെലക്ടർമാർ തന്നോട് കാണിക്കുന്ന അവഗണനയിൽ പരസ്യ പ്രതികരണവുമായി ഷമി രംഗത്തെത്തിയിരുന്നു. ഷമിയെ ടീമിൽ പരിഗണിക്കാത്തതിന് പിന്നിൽ ഫിറ്റ്നസ് ആണെന്നാണ് അജിത് അഗാർക്കർ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ രഞ്ജി ട്രോഫിയിലെ മിന്നും പ്രകടനങ്ങൾ കൊണ്ടാണ് ഷമി അന്ന് മറുപടി പറഞ്ഞത്. ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ സെലക്ടർമാർക്ക് അയച്ചു കൊടുക്കൽ തന്റെ പണിയല്ല. NCAയിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, നന്നായി പരിശീലനം നടത്തുന്നുണ്ട്, ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഇതൊക്കെ താൻ ചെയ്യുന്നുണ്ട്. ബാക്കി പണി സെലക്ടർമാർ എടുക്കട്ടെ എന്ന് കടുത്ത ഭാഷയിൽ തന്നെ ഷമി പറയുകയും ചെയ്തു. ഓസ്ട്രേലിയൻ പര്യടനത്തിന് പിന്നാലെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും പുറത്തിരുത്തിയതോടെ ഷമിക്കിനി നീലക്കുപ്പായത്തിലൊരു ബാല്യമില്ലെന്ന് ഏവരും കരുതി. പക്ഷേ അയാളുടെ പേര് മുഹമ്മദ് ഷമി എന്നാണ്. ഷമി ഹീറോവാടാ, ഹീറോ. രഞ്ജി ട്രോഫിയിലും പിന്നീട് മുഷ്താഖ് അലി 2020യിലും ഇപ്പോൾ വിജയ് ഹസാരയിലും 3 ഫോർമാറ്റിൽ നടക്കുന്ന 3 ടൂർണമെന്റുകളിലും ബംഗാളിനായി ഷമി അതിഗംഭീര പ്രകടനം പുറത്തെടുത്തു. വിജയ് ഹസാരയിലും മുഷ്താഖ് അലിയിലും 6 മത്സരങ്ങളിൽ നിന്ന് 17 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. രഞ്ജി ട്രോഫിയിലെ 4 കളികളിൽ നിന്ന് 20 വിക്കറ്റുകളും. ഷമിക്ക് ശാരീരിക ക്ഷമതയില്ലെന്ന് പറഞ്ഞ അഗാർക്കർ ഒന്ന് കേൾക്കണം. ഈ സീസണിൽ മാത്രം ഇതുവരെ ഷമി എറിഞ്ഞത് 200-ലേറെ ഓവറുകളാണ്. കൃത്യമായി പറഞ്ഞാൽ രഞ്ജിയിൽ 145.2 ഓവർ, മുഷ്താഖ് അലിയിൽ 26.5 ഓവർ, വിജയ് ഹസാരയിൽ 34.2 ഓവർ. പിന്നെ ചിലരെങ്കിലും പറയുന്നത് പ്രായമാണ്. 35-ൽ മിച്ചൽ സ്റ്റാർക്കും 36-ൽ സ്കോട്ട് ബോളണ്ടും ഓസ്ട്രേലിയക്ക് വേണ്ടി കളിക്കുന്നുണ്ടെങ്കിൽ, തിളങ്ങുന്നുണ്ടെങ്കിൽ, അതേ പ്രായമുള്ള ഷമിക്കും ഫോമുണ്ടെങ്കിൽ ഇവിടെ കളിക്കാം, തിളങ്ങാം. വേറൊന്നും കൂടി പറയാം. 38 കഴിഞ്ഞ രോഹിത് ശർമ്മയാണ് ICC ഏകദിന ബാറ്റിംഗ് റാങ്കിങ്ങിൽ 1-ാമത്. 37-ലെത്തിയ വിരാട് കോഹ്ലിയാണ് റാങ്കിങ്ങിൽ 2-ാമത്. അതുകൊണ്ട് പ്രായം നിങ്ങൾ പിന്നെ നോക്കൂ, പെർഫോമൻസിൽ നിങ്ങൾ മാർക്കിടൂ, അത് പരിഗണിക്കൂ. ഷമി ഞങ്ങളുടെ റഡാറിൽ നിന്ന് പോയിട്ടില്ല. ഫിറ്റ്നസ് മാത്രമായിരുന്നു ആശങ്ക. നന്നായി വിക്കറ്റുകൾ വീഴ്ത്തുന്ന ബോളറാണ് അദ്ദേഹം. 2027 ലോകകപ്പിൽ ഷമിക്ക് സാധ്യതകളുണ്ട്. BCCIയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ. അല്ലെങ്കിലും എത്ര നാൾ അദ്ദേഹത്തെ നിങ്ങൾക്ക്
പുറത്തു നിർത്താനാകും.